Jesus will come into our life in the most unexpected moments of our life and its struggles. എത്ര അത്ഭുതകരമായി നോക്കണം. യേശു വന്നത് എങ്ങനെയാണ്? അവൻ വെള്ളത്തിന്മേൽ നടന്ന് അവരുടെ അടുക്കലെത്തി. He used the unusual ways of life. സാധാരണമായ ഒരു അനുഭവമല്ല ഈ വെള്ളത്തിന്മേൽ നടക്കുന്നത്. മനസ്സിലാക്കുക, അങ്ങനെയുള്ള അസാധാരണമായ വഴികളിലൂടെ അവൻ സഞ്ചരിച്ച് നാം കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സ്ട്രഗിളുകളിൽ നിന്ന്, സംഘർഷങ്ങളിൽ നിന്ന്, പിടച്ചിലുകളിൽ നിന്ന്, പോരാട്ടങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നവനാണ്, നമുക്ക് സമാധാനം തരുന്നവനാണ്. യേശു വന്നു, നടുവിൽ നിന്നു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പ്രിയ ദൈവജനമേ, ഇതാണ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം. ആ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നത്. 35-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന ഒരു വലിയ ദർശനമാണ്, സന്ദേശമാണ്. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല, മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഘോഷിച്ചുല്ലസിക്കും, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. നോക്ക്, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടുന്ന ആ ദൈവിക സാന്നിധ്യത്തിന്റെ അനുഭവം, ഇതൊരു ഉത്സവമല്ലേ? അത് തളർന്ന കൈകളെ ബലപ്പെടുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഇതാ നിന്റെ ദൈവം, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. എത്ര അനുഭവമാണത്! അന്ന് കുരുടന്റെ കണ്ണു തുറന്നു വരികയും ചെകിടന്റെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല, മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഘോഷിച്ചുല്ലസിക്കും, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നീരുറവുകളും ഉണ്ടാകും. പ്രിയ ദൈവജനമേ, ഇതാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കേ, എത്രയോ ജീവിത സംഘർഷങ്ങളുടെ മധ്യത്തിൽ അവൻ വന്നിടപെട്ടവനാണ്. ആ ദൈവത്തിനൊരു സ്തോത്രം കരയറ്റണം. എൻ്റെ ജീവിതത്തിന്റെ മധ്യത്തിൽ ഇടപെട്ട് എന്നെ സ്വസ്ഥനാക്കിയ ദൈവം, എനിക്ക് സമാധാനം നൽകിയ ദൈവം, ആ ദൈവത്തിനൊരു സ്തോത്രം കരയറ്റണം. 2, He promised that He will come unto us. And He will come into our life in the most perplexed, confused moments of our life, to give courage and strength. To give courage and strength. എപ്പോഴാണ്? Most perplexed moments of our life, in the most confused moments of our life. ഉത്കണ്ഠകൾ നിറഞ്ഞ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ, പരിഭ്രമം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ, ആകെ കുഴഞ്ഞു മറിയുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ തലങ്ങളിൽ അവൻ വരുന്നവനാണ്. അവൻ അതിന്റെ നടുവിൽ നിൽക്കുന്നവനാണ്. To give courage and strength to face the life of future. ജീവിതത്തിന്റെ ഭാവിയിലേക്കുള്ള ആ നടത്തയ്ക്ക് വേണ്ടി
അവൻ നമ്മളെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. യേശു വന്നു, അവൻ നടുവിൽ നിന്നു. അവൻ നടുവിൽ നിന്നത് ജീവിതത്തിന്റെ സംഘർഷങ്ങളിൽ, ജീവിതത്തിന്റെ ആകാംക്ഷകളിൽ, ജീവിതത്തിന്റെ ആകുലതകളിൽ അവൻ നിന്നു. ഇനി മൂന്നാമതായി, Jesus promised that he will come. Yes, he will come into our life in all our uncertainties and in all our lonely moments and in our fruitless experiences. ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളുടെ മധ്യത്തിൽ, ജീവിതത്തിന്റെ ഏകാന്തതകളുടെ മധ്യത്തിൽ, ജീവിതത്തിന്റെ ഫലരഹിതമായ അനുഭവങ്ങളിൽ അവൻ വരുന്നവനാണ്. അവൻ നമ്മളെ ശക്തീകരിക്കുന്നവനാണ്, പുതിയ ജീവൻ നൽകുന്നവനാണ്. ഈ ശിഷ്യന്മാർ വാതിൽ അടച്ചിരുന്നവരാണ്. ഇനിയും ഈ ലോകത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വാതിൽ അടച്ചവരാണ്. ആ ശിഷ്യന്മാരാണ് ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി അവന്റെ സാക്ഷികളായി തീർന്നത്. അത് മനസ്സിലാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു, he will come in the moments of our uncertainties, in our lonely experiences and in the fruitless experience. നോക്ക്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം. അവിടെ എന്താ? തിബരിയാസ് കടൽ തീരം. മുഖ്യ ശിഷ്യനായ പത്രോസ് പറഞ്ഞതാണ്, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറായെന്ന് പറഞ്ഞവനാണ്. പക്ഷെ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞിട്ടും അവന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളെ കുറിച്ചാണ് അവർ കാണുന്നത്. 3.5 വർഷങ്ങൾക്ക് മുൻപ് കം ആൻഡ് ഫോളോ മീ എന്ന് പറഞ്ഞ ആ യേശുവിനോടൊപ്പം യാതൊരു ചോദ്യം ചെയ്യലുമില്ലാതെ, എവിടെയാണ് ലക്ഷ്യമെന്ന് ചോദിക്കാതെ ആ യേശുവിനോട് കൂടി യാത്ര ചെയ്ത് ഇറങ്ങിയതാ. പക്ഷെ ഇപ്പോൾ എന്താ അവൻ പറയുന്നത്? ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ശേഷമുള്ള 6 പേരും അവനോടുകൂടെ മീൻപിടുത്തത്തിനായി പോയി. ഈ കഴിഞ്ഞ 3.5 സംവത്സരക്കാലം നിങ്ങളെ വഴി നടത്തിയത് ആരാണ്? അതൊന്നോർത്ത് നോക്കാൻ വയ്യായിരുന്നേ. അതുപോലും നോക്കാതെ ഇതാ ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങൾ. ഇനി നാളെ എന്താണ്? നാളെ ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്കറിയാവുന്ന തൊഴിലായ മത്സ്യബന്ധനം നടത്തിയേ പറ്റൂ. അതിനുവേണ്ടി പോകുകയാ മത്സ്യബന്ധനത്തിന്. ആ രാത്രിയിൽ വളരെ അവർ ക്ലേശിച്ചു, പരിശ്രമിച്ചു. ഒന്നും കിട്ടിയില്ല. നിരാശയോടെ പുലർച്ചെ അവർ തീരത്തെ കണയുകയാണ്. തീരത്തണയുമ്പോൾ അവർക്ക് കാണുവാൻ കഴിയുന്നത് യേശു ആ തീരത്ത് പുലർച്ചെ തന്നെയുണ്ട്. ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളാണ്, ജീവിതത്തിന്റെ നിഷ്ഫലമായ മൊമെന്റ്സുകളാണ്, ജീവിതത്തിന്റെ ഫലരഹിതമായ അനുഭവങ്ങളാണത്. അവർ നോക്കിയപ്പോൾ കണ്ടത് തീക്കനലും അതിന്മേൽ മീനും അപ്പവും വെച്ചിരിക്കുന്നത് അവർ കണ്ടു. യേശു അവരോട് പറയുകയാണ്, കം ആൻഡ് ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ്. വന്ന പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. നോക്ക്, യേശു ആരോടായി പറയുന്നേ? തൻ്റെ ശിഷ്യഗണം. താൻ ഏറ്റവും ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ട്. ഈ ശിഷ്യന്മാർ ഒന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും അവനെ വിട്ടോടിപ്പോയി.
സ്വന്തം സുരക്ഷിതത്വത്തിൻ്റെ മാളങ്ങളിലേക്ക് കയറിപ്പോയി. അവർ സ്വന്തം സുരക്ഷിതത്വങ്ങൾ ഒരുക്കി. അവരോടാണ് ഈ കർത്താവ് പറയുന്നത്, കം ആൻഡ് ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ്. കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ. To give the strength, the physical strength, the spiritual strength and courage to move forward. മുൻപോട്ട് പോകുവാനുള്ള ആ ജീവിതത്തിന് ആവശ്യമായ അനുഭവങ്ങളെ കർത്താവ് അവിടെ നൽകുകയാണ്. അതാ പറയുന്നത്, ക്രിസ്തു അവൻ വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നവനാണ്. My God, my Christ is a loving Christ. My God, my Christ is a caring one. And my Lord and Savior is the protector of my life. Please, ഇതാണ് ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. അവൻ വന്ന് നടുവിൽ നിൽക്കുമ്പോൾ ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളും ഏകാന്തതകളും ഫലരഹിതമായ ജീവിത സാഹചര്യങ്ങളും എല്ലാം തന്നെ മാറി മറിയുകയാണ്. പുതിയ ജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ, പുതിയ ജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, He promised that He will come unto our life, and He will come unto our life in the most disappointed moments, in the most frustrated moments, and in our failures. നമ്മുടെ പരാജയങ്ങളിൽ, നമ്മുടെ നിരാശകളിൽ, നമ്മുടെ ഇച്ഛാഭംഗങ്ങളിൽ അവൻ വന്ന് നടുവിൽ നിൽക്കുന്നവനാണ്. നോക്ക്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ 2 ശിഷ്യന്മാർ യെരൂശലേമിൽ നിന്നും എമൗസിലേക്ക്, അവരുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. എന്താ കാരണം? ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വമാണ്, ഭാവിയെക്കുറിച്ചുള്ള നിരാശയാണ്, ഭാവിയെക്കുറിച്ചുള്ള ഇച്ഛാഭംഗങ്ങളാണ്. ഇതുവരെ കർത്താവ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, അവൻ ഞങ്ങൾക്ക് മതിയായവനായിരുന്നു. ഇപ്പോൾ അവനില്ല. He is absent. അവർ മടങ്ങുകയാണ്. ഈ യെരൂശലേം ഞങ്ങൾക്ക് വാസയോഗ്യമല്ല. കാരണം ക്രിസ്തുവിനോട് ചെയ്തതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരോടും ആ യഹൂദന്മാർ ചെയ്യും. അതുകൊണ്ട് അവർ അവിടെ നിന്ന് പോകുകയാണ് സ്വന്തം ഗ്രാമത്തിലേക്ക്. തർക്കിച്ചും അവരുടെ മുഖം വാടിയും ഇരുന്നു. യേശു അവരോട് കൂടെ ചേർന്ന് നടന്നു. ആ യാത്രയുടെ അന്ത്യത്തിൽ സന്ധ്യയായി. യേശു മുന്നോട്ട് പോകുന്നത് പോലെ ഭാവിച്ചപ്പോൾ ആ 2 പേരും പറഞ്ഞു, ഞങ്ങളുടെ കൂടാരങ്ങളിലേക്ക് വരിക, നീ ഞങ്ങളോട് കൂടെ കൂട്ടായ്മ ആചരിക്കുക. അവനനുസരിച്ചു അവരോട് കൂടെ ചെന്നു. അവൻ അത്താഴത്തിനിരുന്നു. അപ്പമെടുത്ത് വാഴ്ത്തിയപ്പോൾ അവരുടെ കണ്ണു തുറന്നു, ഇത് യേശുവാണ് എന്ന് കണ്ടു. അവൻ അപ്രത്യക്ഷനായി അവിടെ നിന്ന്. നോക്കണം, പിന്നെ എഴുതുന്നത് ഇങ്ങനെയാണ്, ആ സമയത്ത് തന്നെ, at the same moment they decided to go back to Jerusalem. ആ ജെറുസലേമിലേക്ക് മടങ്ങി പോകുവാൻ അവർ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഈ ക്രിസ്തു നമ്മുടെ ഉള്ളങ്ങളിൽ ജീവിക്കുമെങ്കിൽ, നമ്മുടെ അന്തരന്തരീയങ്ങളിൽ ജീവിക്കുമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശകളിൽ, in the midst of frustrations and in the midst of failures, പരാജയങ്ങളുടെ മധ്യത്തിൽ നമുക്ക് വിജയോത്സവമായി സഞ്ചരിപ്പാൻ സാധിക്കും. കാരണം അവനാണ് നമ്മളുടെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. He is the one who is holding my hand, not I.
ഞാൻ അവൻ്റെ കരങ്ങളിൽ പിടിച്ചുവെന്നുള്ളതല്ല, അവൻ എൻ്റെ കരങ്ങളിൽ പിടിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിക്കുന്നു. എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. എൻ്റെ വീട് നിരണത്താണ്. 7 വയസ്സുള്ളപ്പോൾ സംഭവിച്ച ഒരു സംഭവമാണ്. അച്ചായൻ കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും വീട്ടിൽ വരും, തിങ്കളാഴ്ച മടങ്ങിപ്പോകും. അതുപോലെ തന്നെ മധ്യവേനൽ അവധി വരുമ്പോൾ ഞങ്ങളെ കുടുംബമായി കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഒരു മധ്യവേനൽ അവധിക്ക് ഞങ്ങളെ കുടുംബമായി കൊച്ചിയിലേക്ക് കൊണ്ടുപോകുവാൻ അച്ചായൻ വന്നു. തിങ്കളാഴ്ച വൈകുന്നേരം, അന്നത്തെ ഏറ്റവും സുഗമമായ യാത്ര. ഇത് 1966 അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഏറ്റവും സുഗമമായ യാത്ര ബോട്ടാണ്. എറണാകുളത്ത് നിന്ന് ചെങ്ങന്നൂരിലേക്കുള്ള ഒരു വലിയ ബോട്ട്. അത് എറണാകുളത്ത് നിന്ന് സന്ധ്യ 6 മണിക്ക് വിടും. ഏകദേശം 8 മണിയാകുമ്പോൾ, പിറ്റേ ദിവസം രാവിലെ 8 മണിയാകുമ്പോൾ, പ്രഭാതത്തിൽ 8 മണിക്ക് ചെങ്ങന്നൂരിൽ എത്തിച്ചേരും. ചെങ്ങന്നൂരിൽ നിന്നും വീണ്ടും വൈകിട്ട് 5:30 ആരംഭിക്കും. അത് പിറ്റേ ദിവസം 8 മണിയാകുമ്പോൾ കൊച്ചിയിലെത്തും. ആ ബോട്ടിന് പോകാൻ എല്ലാവരും തയ്യാറായി. ഞങ്ങൾ മക്കൾ 5 പേർ, അച്ചായനും അമ്മയും. കൃത്യസമയം പുളുക്കീഴ് ബോട്ട് കടവിൽ ആ ബോട്ടെത്തി. വലിയ ബോട്ടാണ്. അതിന് ഒരു ബേസ്മെൻറ്റ് പോലെയുണ്ട്. ആ ബേസ്മെൻറ്റിലാണ് ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള മലഞ്ചരക്കുകളൊക്കെ ആ ബോട്ടിലാണ് കൊണ്ടുപോകുക. അതുപോലെ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ഇവിടെയുള്ള ആവശ്യങ്ങൾക്ക് ആവശ്യമായ കമ്പി, സിമെൻറ്റ്, ഇങ്ങനെയുള്ള പല സാധനങ്ങളും കൊണ്ടുവരും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഗുഡ്സ് ബോട്ട് പോലെയാണ്. അതിൻ്റെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോമുണ്ട്. വലിയ പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിലാണ് പിന്നെ ഷീറ്റ് വിരിച്ച് എല്ലാവരും രാത്രിയിൽ ഉറങ്ങുന്നത്. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന അത്താഴപ്പൊതി ഏകദേശം 8 മണി 8:30 ആയപ്പോൾ അഴിച്ചു, ഭക്ഷിച്ചു. അതിനുശേഷം ആ പ്ലാറ്റ്ഫോമിൽ ഷീറ്റ് വിരിച്ചു. ഞങ്ങളെല്ലാവരെയും ഉറക്കെ കിടത്തി. അച്ചാനും അമ്മയും ഉറങ്ങി. എല്ലാവരും ഉറങ്ങുകയാണ്. ഏകദേശം രാത്രി 3 മണി. ആ ബോട്ടിൽ 3 പേർ മാത്രമേ ഉണർന്നിരിപ്പുള്ളൂ. ബോട്ടിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ആ ബോട്ട് നിയന്ത്രിക്കുന്ന സ്രാങ്ക്, അതുപോലെ ഈ ബോട്ട് ഓരോ ജട്ടിയിലെത്തുമ്പോൾ ആ ജട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിന് 2 പേരുടെ സഹായം ആവശ്യമാണ്. അങ്ങനെ 2 പേർ, 3 പേരാണ് ആ ബോട്ടിലുള്ളത്. ശാന്തമായി ആ ബോട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഏകദേശം 3 മണി ആകാറായി. ഞാൻ എഴുന്നേറ്റു. 7 വയസ്സുള്ള ഞാൻ എഴുന്നേറ്റു. അവിടെ നടന്നു പോകാനുള്ള സ്ഥലമുണ്ട്. ഞാൻ നടക്കുകയാണ്. നടന്ന് ഇനിയും ഞാനൊരു ചുവട് വെച്ചാൽ വേമ്പനാട്ട് കായലിലേക്കാണ് പോകുക. പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊരാൾ ഈ ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും അറിയില്ല. പ്രിയ ദൈവജനമേ, ഞാൻ എഴുന്നേൽക്കുന്നതും ആ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നതും എൻ്റെ കർത്താവ് കണ്ടു. എൻ്റെ കർത്താവ് കണ്ടു. ആ ബോട്ടിൽ ഉണർന്നിരുന്ന ആ മനുഷ്യൻ കണ്ടു. ഇനിയും ഒരു ചുവട് വെച്ചാൽ ഞാൻ വേമ്പനാട്ട് കായലിലേക്കാണ്. അദ്ദേഹം എന്നെ കൂടി വന്ന് കോരിയെടുത്തു. ഇന്ന് 121 സങ്കീർത്തനം വായിച്ചപ്പോൾ ഞാൻ സന്തോഷിക്കുകയായിരുന്നു. അവൻ നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ ഇസ്രായേലിന്റെ പരിപാലകൻ. അവൻ മയങ്ങുകില്ല, ഉറങ്ങുകില്ല.
അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കുന്നവനാ. ആ ജോലിക്കാരൻ എന്നെയും കോരി എടുത്തുകൊണ്ട്, അദ്ദേഹത്തിന് അറിയില്ലല്ലോ ആരുടെ മകനാണെന്ന്, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തി ഉറക്കി. പിറ്റേ ദിവസം രാവിലെ ഏകദേശം 5 മണി ആയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എഴുന്നേറ്റു. അമ്മേ, മക്കളെ എണ്ണി നോക്കുക, ഒരാളുടെ കുറവ്. 5 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 4 പേരേ ഉള്ളൂ. എവിടെയാണ്? വാവിട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. ഉടനെ ആ മനുഷ്യൻ എന്നെയും കൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കരങ്ങളിൽ കൊടുത്തു. ഈ കഴിഞ്ഞ രാത്രിയിൽ ഇതാണ് സംഭവിച്ചത്. പ്രിയ ദൈവജനമേ, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആരംഭിച്ച ആ സ്ഥലത്തേക്ക് പോകുകയാണ്. പിന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇനിയും അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ കഴിയുകയില്ല. കാരണം അവൻ്റെ ഉള്ളിലാണ് അവൻ്റെ സംഗീതം. പ്രിയ ദൈവജനമേ, ഞാൻ പറയും, I am standing here today because of my Christ. It is because of my Christ and because of His grace and His mercy. അവൻ്റെ ദയയും കരുണയും കൊണ്ടാണ്. അല്ലെങ്കിൽ ആ 7 വയസ്സായ സമയത്ത് തന്നെ ആ വേമ്പനാട്ട് കായലിൽ നഷ്ടപ്പെടേണ്ട ഒരാളായിരുന്നു. പ്രിയ ദൈവജനമേ, ഞാൻ നിർത്തുകയാണ്. നമുക്കെല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരുടെ ഹൃദയങ്ങളിൽ നിന്നും മനസ്സുകളിൽ നിന്നും ആ പ്രാർത്ഥന ഉയരട്ടെ. ഞാൻ പറഞ്ഞു, എൻ്റെ യേശു, അവൻ വന്ന് നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പ്രിയ ദൈവജനമേ, in the most unexpected moments of our life and its struggles, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവസരങ്ങളിൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുപോലെ അവൻ വന്ന് നമ്മുടെ നടുവിൽ നിൽക്കുന്നവനാണ്. നമ്മുടെ ഞെരുക്കങ്ങളിൽ, നമ്മുടെ സംഘർഷങ്ങളിൽ, നമ്മുടെ പിടച്ചിലുകളിൽ അവൻ നിൽക്കുന്നവനാണ്. And He will come in the most perplexed moments of our life, in the most confused moments of our life. അവൻ വരുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്കണ്ഠകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പരിഭ്രമങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഭയങ്ങളിൽ, ആകെ കുഴഞ്ഞു മറിയുന്ന സാഹചര്യങ്ങളിൽ അവൻ വരുന്നവനാണ്. He will come and He will stand in the midst of my life, and He will come in our life, in our uncertainties, in the lonely living experiences, and in the fruitless experience. അനിശ്ചിതത്വങ്ങളുടെ മധ്യത്തിൽ, ഏകാന്തതകളുടെ മധ്യത്തിൽ, ഫലരഹിതമായ ജീവിത സാഹചര്യങ്ങളിൽ അവൻ വരുന്നവനാണ്. And He will come. He will come in my life, in our life, in the most disappointments and in the frustrations and in the failures. നിരാശകളിൽ, ഇച്ഛാഭംഗങ്ങളിൽ, പരാജയങ്ങളിൽ അവൻ വന്നു നിന്ന് നമ്മെ ശാന്തമാക്കുന്നവനാണ്, സമാധാനം നൽകുന്നവനാണ്. ആ ക്രിസ്തുവിനോട് കൂടെ നമുക്കും ഇനിയുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പകർന്നി